LP UP ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൈക്കോളജിയുടെ ഭാഗത്ത് വരുന്ന നമ്മുടെ കേരള പാഠ്യപദ്ധതി സമീപന രേഖ അതുപോലെ വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾ ഈ ഭാഗത്തു നിന്നുള്ള ഒരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കേട്ടോ, 50 ക്വസ്റ്റ്യൻസ് ആട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ LP UP ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നേടിയ അറിവിൽ നിന്നും നിരന്തരം അറിവുകൾ കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ വ്യാപ്തി വിപുലപ്പെടുത്തുന്ന പഠന രീതിയെ പറയുന്ന പേരെന്താണ്? നേടിയ അറിവിൽ നിന്ന് നിരന്തരം അറിവുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അറിവിൻ്റെ വ്യാപ്തി വിപുലപ്പെടുത്തുന്ന പഠന രീതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അറിയപ്പെടുന്നത് ചാക്രിക രീതി. അല്ല, ഓപ്ഷൻ ഡി ചാക്രിക രീതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നേടിയ അറിവിൽ നിന്ന് നിരന്തരം അറിവുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അറിവിൻ്റെ വ്യാപ്തി വിപുലപ്പെടുന്ന പഠന രീതി അറിയപ്പെടുന്നതാണ് ഏത്? ചാക്രിക രീതി എന്ന്. രണ്ടാമത്തെ ചോദ്യം: ചാക്രിക രീതി എന്ന ആശയം സംഭാവന ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ചാക്രിക രീതി എന്ന ആശയം സംഭാവന ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാ? ബ്രൂണറാണ്. ഓപ്ഷൻ ഡി ബ്രൂണറാണ്. ചാക്രിക രീതി എന്ന ആശയം സംഭാവന ചെയ്തത് ആരാ? ബ്രൂണറാണ്. മൂന്നാമത്തെ ചോദ്യം: കുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്ന പാഠ്യപദ്ധതിയാണ് ഡാഷ്. കുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്ന പാഠ്യപദ്ധതി ഏതാ? ശിശു കേന്ദ്രീകൃത പഠന രീതിയാണ് കേട്ടോ. ശിശു കേന്ദ്രീകൃത പഠന രീതി. നാലാമത്തെ ചോദ്യം: പഠന പ്രക്രിയയേക്കാൾ പഠിപ്പിക്കലിന് പ്രാധാന്യം നൽകുന്ന പാഠ്യപദ്ധതി സമീപന രേഖയാണ് ഡാഷ്. പഠന പ്രക്രിയയേക്കാൾ പഠിപ്പിക്കലിന് പ്രാധാന്യം നൽകുന്ന പാഠ്യപദ്ധതി സമീപനം ഏതാ? അധ്യാപക കേന്ദ്രീകൃത പഠന രീതിയാണ് കേട്ടോ. അധ്യാപക കേന്ദ്രീകൃത പഠന രീതി. അഞ്ചാമത്തെ ചോദ്യം: ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതിയിൽ കുട്ടിക്ക് ഏത് തരത്തിലുള്ള പഠന സാഹചര്യമാണ് ഒരുക്കി കൊടുക്കേണ്ടത്? ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതിയിൽ കുട്ടിക്ക് ഏത് തരത്തിലുള്ള പഠന സാഹചര്യമാണ് ഒരുക്കി കൊടുക്കേണ്ടത്? ഏതാ? സ്വാഭാവികമായിട്ടും കുട്ടി ഏത് രീതിയിൽ പഠിക്കുന്നുവോ അതേ രീതിയിൽ പഠിക്കാനുള്ള സാഹചര്യമാണ് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത്. ഇനി ആറാമത്തെ ചോദ്യം: കുട്ടിക്ക് ഒരു പ്രശ്നം അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ ഇത് പരിഹരിച്ച രീതി അന്വേഷിക്കാതെ പരിഹരിച്ചോ എന്ന് മാത്രം അന്വേഷിക്കുന്നത് ഏത് സമീപന രീതിയാണ്? കുട്ടിക്ക് ഒരു പ്രശ്നം അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മളത് പരിഹരിച്ച രീതി അന്വേഷിക്കാതെ പരിഹരിച്ചോ എന്ന് മാത്രം അന്വേഷിക്കുന്ന രീതി അല്ലെങ്കിൽ അത് ഏത് തരം സമീപനമാണ്? ഏതാ? ഉൽപ്പന്നാധിഷ്ഠിത സമീപനമാണ്. ഓപ്ഷൻ ബി ഉൽപ്പന്നാധിഷ്ഠിത സമീപനം. 7. ക്ലാസ് മുറിയിൽ കുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ശരിയുത്തരം പറയാൻ കുട്ടിക്ക് സാധിച്ചാൽ പഠനം ഫലപ്രദമായി എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന പാഠ്യപദ്ധതി സമീപന രേഖ ഏതാണ്? ക്ലാസ് മുറിയിൽ കുട്ടിയോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ശരിയുത്തരം പറയാൻ കുട്ടിക്ക് സാധിച്ചാൽ പഠനം ഫലപ്രദമായി എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന പാഠ്യപദ്ധതി സമീപന രേഖ ഏതാ? ഉൽപ്പന്നാധിഷ്ഠിത സമീപനമാണ്. ഓപ്ഷൻ ഡി ഉൽപ്പന്നാധിഷ്ഠിത സമീപനമാണ്. 8ാമത്തെ ചോദ്യം: ലളിതമായതിൽ നിന്നും സങ്കീർണമായതിലേക്ക് എന്ന രീതി അവലംബിക്കുന്ന പാഠ്യപദ്ധതി സമീപന രേഖയാണ് ഡാഷ്. ലളിതമായതിൽ നിന്നും സങ്കീർണമായതിലേക്ക് എന്ന രീതി അവലംബിക്കുന്ന പാഠ്യപദ്ധതി സമീപന രേഖയാണ് ഡാഷ്. ഏതാ? ഏക കേന്ദ്രീകൃത സമീപനമാണ് കേട്ടോ. ഏക കേന്ദ്രീകൃത സമീപനം. 9ാമത്തെ ചോദ്യം: വികസന പ്രവൃത്തി അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന ആശയത്തെ ജനകീയമാക്കിയതാരാണ്? വികസന പ്രവൃത്തി എന്ന ആശയത്തെ ജനകീയമാക്കിയതാരാണ്? ഹാവി ഗസ്റ്റ് ആണ്. ഓപ്ഷൻ സി ഹാവി ഗസ്റ്റ്. വികസന പ്രവൃത്തി എന്ന ആശയത്തെ ജനകീയമാക്കിയതാരാ? ഹാവി ഗസ്റ്റ് ആണ്. 10ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഗണിത പാഠ്യപദ്ധതി വിനിമയത്തിന്റെ സമീപനവുമായി യോജിക്കാത്ത സവിശേഷത ഏതാണ് കണ്ടെത്താം? താഴെ പറയുന്നതിൽ ഗണിത പാഠ്യപദ്ധതി വിനിമയത്തിന്റെ സമീപനവുമായി യോജിക്കാത്ത സവിശേഷത ഏതാ? ആർജിത അറിവിനെ മാത്രം പരിഗണിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ആർജിത അറിവിനെ മാത്രം പരിഗണിക്കുന്നു. 11ാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികൾ നേടിയിരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികൾ നേടിയിരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാ?
പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തമാണ്. ഓപ്ഷൻ ഡി പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം. 12ാമത്തെ ചോദ്യം, ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളുടെ എന്ന കൃതി രചിച്ചതാരാ? ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ എന്ന കൃതി രചിച്ചതാരാ? ആരാ? തായാട്ട് ശങ്കരനാണ് കേട്ടോ. തായാട്ട് ശങ്കരൻ. ഓപ്ഷൻ എ തായാട്ട് ശങ്കരൻ. ഏതാ പുസ്തകം? ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ. 13ാമത്തെ ചോദ്യം, സാംസ്കാരിക പ്രാതിനിധ്യമുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് നൽകുന്ന സവിശേഷ വിദ്യാഭ്യാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സാംസ്കാരിക പ്രാതിനിധ്യമുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് നൽകുന്ന സവിശേഷ വിദ്യാഭ്യാസം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരില? അനുപൂരക വിദ്യാഭ്യാസമാണ്. ഓപ്ഷൻ ഡി അനുപൂരക വിദ്യാഭ്യാസം. 14 പാഠ്യപദ്ധതി സമീപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ പാഠ്യപദ്ധതി സമീപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാ? മാനവിക സമീപനമാണ്. ഓപ്ഷൻ സി മാനവിക സമീപനം. 15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പാഠ്യപദ്ധതി സമീപനത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ പാഠ്യപദ്ധതി സമീപനത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഏതാ? ചാക്രിക സമീപനമാണ്. ഓപ്ഷൻ ബി ചാക്രിക സമീപനം. 16ാമത്തെ ചോദ്യം, പാഠപുസ്തകങ്ങൾ വിവിധ വിഷയങ്ങളാക്കാതെ സമഗ്രമായ അനുഭവങ്ങളാക്കി അവതരിപ്പിക്കുന്ന സമീപനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പാഠപുസ്തകങ്ങൾ വിവിധ വിഷയങ്ങളാക്കാതെ സമഗ്രമായ അനുഭവങ്ങളാക്കിയിട്ട് അവതരിപ്പിക്കുന്ന സമീപനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാ? ഉദ്ഗ്രഥിത സമീപനമാണ് കേട്ടോ. ഉദ്ഗ്രഥിത സമീപനം. 17ാമത്തെ ചോദ്യം, പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളിലാക്കി അവതരിപ്പിക്കുന്ന രീതിയാണ് ഡാഷ്. പാഠ്യപദ്ധതിയിലെ ഉള്ളടക്കത്തെ വിവിധ വിഷയങ്ങളാക്കി അവതരിപ്പിക്കുന്ന രീതി ഏതാ? വിഷയബന്ധിത സമീപനമാണ് കേട്ടോ. വിഷയബന്ധിത സമീപനം. 18ാമത്തെ ചോദ്യം, രേഖീയ സമീപന രീതി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? രേഖീയ സമീപന രീതി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങൾ പോസ് ചെയ്തതിനു ശേഷം 4 ഓപ്ഷൻ വായിക്കാം. എന്താ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ഒരാശയം പൂർണ്ണമായും ഗ്രഹിച്ചതിന് ശേഷം മറ്റൊന്ന് അവതരിപ്പിക്കുന്ന രീതിയെ പറയുന്ന പേരാണിത് രേഖീയ സമീപന രീതി എന്ന് പറയുന്നത്. ഇനി 19, പെഡഗോഗി എന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പെഡഗോഗി എന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനം? ഏതാ? അധ്യാപന രീതിയെക്കുറിച്ചാണ്. അധ്യാപന രീതിയെക്കുറിച്ചുള്ള പഠനമാണ് ഇത് പെഡഗോഗി എന്ന് അറിയപ്പെടുന്നത്. 20ാമത്തെ ചോദ്യം, ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോർഡ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്താം? ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോർഡ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്താം? ഏതാ? ദൃശ്യ പഠനോപകരണമാണ് അല്ലെ. ദൃശ്യ പഠനോപകരണം. 21, ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ സംസ്ഥാനം ഏതാ? നമ്മുടെ കേരളമാണ്. ഓപ്ഷൻ സി കേരളമാണ്. 22, പൊതുവിദ്യാലയങ്ങളിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കോവിഡ് കാലത്ത് പ്രത്യേക പഠന വിഭാഗങ്ങൾ തയ്യാറാക്കിയിട്ട് വിനിമയം ചെയ്യുന്നതിന് സമഗ്ര ശിക്ഷ കേരള ആവിഷ്കരിച്ച പദ്ധതി ഏതായിരുന്നു? പൊതുവിദ്യാലയങ്ങളിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കോവിഡ് കാലത്ത് പ്രത്യേക പഠന വിഭാഗങ്ങൾ തയ്യാറാക്കിയിട്ട് വിനിമയം ചെയ്യുന്നതിന് സമഗ്ര ശിക്ഷ കേരള ആവിഷ്കരിച്ച പദ്ധതി ഏതായിരുന്നു? വൈറ്റ് ബോർഡ് പദ്ധതിയാണ് കേട്ടോ. വൈറ്റ് ബോർഡ് പദ്ധതി. ഓപ്ഷൻ എ വൈറ്റ് ബോർഡ് പദ്ധതി. 23, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പഠന അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ഏതായിരുന്നു? കോവിഡ് പശ്ചാത്തലത്തിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പഠന അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ഏതായിരുന്നു? ഫസ്റ്റ് ബെൽ അല്ലെ. ഓപ്ഷൻ സി ഫസ്റ്റ് ബെല്ലായിരുന്നു. 24, സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിയുടെ പേരെന്താ?
സംസ്ഥാന സർക്കാരിൻ്റെ സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിയുടെ പേര് എന്താ? അക്ഷര കേരളമാണ്. ഓപ്ഷൻ എ അക്ഷര കേരളം. 25 എറണാകുളം ജില്ലയെ സമ്പൂർണ്ണ സാക്ഷര ജില്ലയാക്കാനുള്ള പദ്ധതി ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ എറണാകുളം ജില്ലയെ സമ്പൂർണ്ണ സാക്ഷര ജില്ലയാക്കാനുള്ള പദ്ധതി ഏതായിരുന്നു? ഏതാ? ഓപ്പറേഷൻ ഫ്ലഡ് ലൈറ്റ് ആണ്. ഓപ്ഷൻ ബി ഓപ്പറേഷൻ ഫ്ലഡ് ലൈറ്റ്. 26 പെൺകുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ട് പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന പദ്ധതി ഏതാണ്? പെൺകുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയിട്ട് പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന പദ്ധതി ഏതാണ്? ഏതാ? പ്രഗതിയാണ്. ഓപ്ഷൻ ബി പ്രഗതി. 27 സാക്ഷം പദ്ധതിയിലൂടെ സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിന് പ്രോത്സാഹനം നൽകുന്ന വിഭാഗം ഏതാണ്? സാക്ഷം എന്ന പദ്ധതിയിലൂടെ സാങ്കേതിക വിദ്യാഭ്യാസം നേടുന്നതിന് പ്രോത്സാഹനം നൽകുന്ന വിഭാഗം ഏതാണ്? ഏതാ? ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് കേട്ടോ. ഭിന്നശേഷിക്കാരായ കുട്ടികളാണ്. സാക്ഷം പദ്ധതി ആരുമായി ബന്ധപ്പെട്ടതാ? ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി ബന്ധപ്പെട്ടതാണ്. 28 ഇന്ത്യയിൽ നവോദയ വിദ്യാലയം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഇന്ത്യയിൽ നവോദയ വിദ്യാലയം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാ? രാജീവ് ഗാന്ധിയാണ്. ഓപ്ഷൻ ബി രാജീവ് ഗാന്ധി. 29 ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം ഏതാ? തമിഴ്നാടാണ്. ഓപ്ഷൻ എ തമിഴ്നാട്. 30 ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതായിരുന്നു? അക്ഷരവൃക്ഷമാണ്. ഓപ്ഷൻ ഡി അക്ഷരവൃക്ഷം. 31ാമത്തെ ചോദ്യം രാഷ്ട്രീയ മാധ്യമിക ശിക്ഷ അഭിയാൻ എന്നത് ഏത് മേഖലയിലെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതാണ്? രാഷ്ട്രീയ മാധ്യമക ശിക്ഷാ അഭിയാൻ എന്നത് ഏത് മേഖലയിലെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതാണ്? ഏതാ? സെക്കൻഡറി തലമാണ്. ഓപ്ഷൻ സി സെക്കൻഡറി തലം. 32 RMSAയും SSAയും ചേർത്ത് രൂപം നൽകിയ പുതിയ പദ്ധതി ഏതാണ്? RMSAയും SSAയും ചേർന്ന് രൂപം നൽകിയ പുതിയ പദ്ധതി ഏതാണ്? ഏതാ? സമഗ്ര ശിക്ഷാ അഭിയാൻ അല്ലെ. സമഗ്ര ശിക്ഷാ അഭിയാന്. 33 RMSAയുടെ പൂർണ്ണ രൂപം എന്താ? RMSAയുടെ പൂർണ്ണ രൂപം എന്താ? രാഷ്ട്രീയ മാധ്യമക ശിക്ഷാ അഭിയാൻ അല്ലെ. രാഷ്ട്രീയ മാധ്യമക ശിക്ഷാ അഭിയാന്. RMSAയുടെ ഫുൾ ഫോം ആണ് എന്ത്? രാഷ്ട്രീയ മാധ്യമക ശിക്ഷാ അഭിയാൻ. 34 സർവശിക്ഷാ അഭിയാന്റെ തലവാചകം എന്താ? സർവശിക്ഷാ അഭിയാന്റെ തലവാചകം എന്താ? സർവരും പഠിക്കുക സർവരും വളരുക. സർവരും പഠിക്കുക സർവരും വളരുക എന്നതാണ് ഇത് SSAയുടെ ആപ്തവാക്യം. 35ാമത്തെ ചോദ്യം എന്താണ് മലയാള തിലക്കം? അതായത് മലയാള തിലക്കം എന്ന് പറയുന്ന പദ്ധതി എന്തുവാണ്? എന്താ മലയാള തിലക്കം എന്ന് പറയുന്ന പദ്ധതി? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് കേരളത്തിലെ പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്താനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇത് മലയാള തിലക്കം എന്ന് പറയുന്നത്. എന്താ? കേരളത്തിലെ പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ മലയാള ഭാഷാ പരിജ്ഞാനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇത് മലയാള തിലക്കം. ഇനി 36 സർവശിക്ഷാ അഭിയാൻ ആരംഭിച്ച വർഷം ഏതാണ്? SSA ആരംഭിച്ച വർഷം ഏതാണ്? ആരംഭിക്കുന്നത് 2001 അല്ലെ. 2001 SSA നിലവിൽ വരുന്നത്. 37 സംസ്ഥാന ശിശു വികസന വകുപ്പ് പ്രീ പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് നടപ്പിലാക്കിയ വിനോദ വിജ്ഞാന പരിപാടി ഏതാണ്? സംസ്ഥാന ശിശു വികസന വകുപ്പ് പ്രീ പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് നടപ്പിലാക്കിയ വിനോദ വിജ്ഞാന പരിപാടി ഏതാണ്? ഏതാ? കിളിക്കൊഞ്ചലാണ് കേട്ടോ. കിളിക്കൊഞ്ചൽ. ഓപ്ഷൻ ബി ആണ് കിളിക്കൊഞ്ചൽ. 38 കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെയാണ്? കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെയാണ്?
ഏത് ജില്ലയിലാ? മലപ്പുറം ജില്ലയിലാണ്. ഓപ്ഷൻ എ മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് അക്ഷയ പദ്ധതി നിലവിൽ വരുന്നത്. 39 പ്രീ സ്കൂൾ മുതൽ സീനിയർ സെക്കൻഡറി വരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? പ്രീ സ്കൂൾ മുതൽ സീനിയർ സെക്കൻഡറി വരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഏതാ? സമഗ്ര ശിക്ഷ കേരളമാണ് കേട്ടോ. സമഗ്ര ശിക്ഷ കേരളം. സമഗ്ര ശിക്ഷ അഭിയാനല്ല, സമഗ്ര ശിക്ഷ കേരളം. 40 പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരെ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരെ ആത്മധൈര്യവും അതുപോലെ സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് കേരള വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാ? കരുത്താണ്. ഓപ്ഷൻ ഡി കരുത്ത്. 41 വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് അല്ലെ. തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് ഇത് വാർധാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആരായിരുന്നു വാർധാ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചത്? നമ്മുടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച പദ്ധതിയായിരുന്നു ഇത് വാർധാ വിദ്യാഭ്യാസ പദ്ധതി. 43 ചോദ്യം, വാർധാ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മിറ്റി ഏതായിരുന്നു? വാർധാ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മിറ്റി ഏതായിരുന്നു? സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഓപ്ഷൻ ഡി സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മിറ്റി. 44 എല്ലാ സ്കൂളുകളിലും മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം നടത്തുന്നതിനായിട്ട് 2019 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? എല്ലാ സ്കൂളുകളിലും മികച്ച ഡിജിറ്റൽ വിദ്യാഭ്യാസം നടത്തുന്നതിനായിട്ട് 2019 കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാ? ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡാണ്. ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ്. ഓപ്പറേഷൻ ഡിജിറ്റൽ ബോർഡ്. 45 വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നടപ്പിലാക്കിയ പദ്ധതി ഏതാ? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. 46 ചോദ്യം, ആവശ്യ പഠന നിലവാരം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആവശ്യ പഠന നിലവാരം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താ അർത്ഥമാക്കുന്നത്? ജാതി മത ലിംഗഭേദമന്യേ എല്ലാ കുട്ടികൾക്കും തൃപ്തികരമായ നിലവാരത്തിൽ പഠനം ലഭ്യമാക്കുക എന്നതാണ് കേട്ടോ. ജാതി മത ലിംഗഭേദമന്യേ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യുക? തൃപ്തികരമായ നിലവാരത്തിൽ പഠനം ലഭ്യമാക്കുക എന്നതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആവശ്യ പഠന നിലവാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 47 സർവശിക്ഷാ അഭിയാൻ ആരംഭിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? സർവശിക്ഷാ അഭിയാൻ ആരംഭിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി അല്ലെ. ഓപ്ഷൻ ഡി അടൽ ബിഹാരി വാജ്പേയി ആണ്. 48 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ തുടക്കം കുറിച്ച പദ്ധതി ഏതാണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ തുടക്കം കുറിച്ച പദ്ധതി ഏതായിരുന്നു? സർവശിക്ഷാ അഭിയാനാണ്. ഓപ്ഷൻ ഡി സർവശിക്ഷാ അഭിയാന്. 49 ചോദ്യം, 1-2 ക്ലാസ്സുകളിലെ കുട്ടികളുടെ പാഠപുസ്തകം ഏത് പാഠ്യപദ്ധതി സമീപന രീതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്? 1-2 ക്ലാസ്സുകളിലെ കുട്ടികളുടെ പാഠപുസ്തകം ഏത് പാഠ്യപദ്ധതി സമീപന രീതി അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ഏതാ? ഉദ്ഗ്രഥിത സമീപനമാണ് കേട്ടോ. ഉദ്ഗ്രഥിത സമീപനം. ഓപ്ഷൻ എ ഉദ്ഗ്രഥിത സമീപനം. 50 ചോദ്യം, പ്രൈമറി ക്ലാസ്സുകളിൽ ഗണിത പുസ്തകത്തിൽ സംഖ്യാബോധം പൂർണ്ണമായിട്ട് പഠിച്ച ശേഷം സങ്കലനം, വ്യവകലനം, ഭിന്നസംഖ്യ എന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏത് പാഠ്യപദ്ധതി സമീപന രീതിയെ അടിസ്ഥാനമാക്കിയാണ്? പ്രൈമറി ക്ലാസ്സുകളിലെ ഗണിത പുസ്തകത്തിൽ സംഖ്യാബോധം പൂർണ്ണമായിട്ട് പഠിച്ച ശേഷം സങ്കലനം, വ്യവകലനം, ഭിന്നസംഖ്യ എന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏത് പാഠ്യപദ്ധതി സമീപന രീതിയെ അടിസ്ഥാനമാക്കിയാണ്?
ഏതാ രേഖീയ രീതിയാണ്. ഓപ്ഷൻ ബി രേഖീയ രീതിയാണ്. അപ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻ നമ്മൾ 2 മൊഡ്യൂളിനായിട്ട്, അതായത് വിദ്യാഭ്യാസ പ്രൊജക്റ്റുകളും അതുപോലെ കേരള പാഠ്യപദ്ധതി സമീപന രേഖ എന്ന് പറയുന്ന 2 മൊഡ്യൂളിനായിട്ട് 50 ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കിയത്. ഇനി വേറെ അടുത്ത മൊഡ്യൂളായിട്ട് നമുക്ക് വേറെ വീഡിയോ കാണാം.